ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ അടപ്രഥമൻ. നമ്മളത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം അട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ വേണമെന്നും കൂടെ നോക്കാം. 100 ഗ്രാം അണ്ടിപ്പരിപ്പ്, 100 ഗ്രാം ഉണക്കമുന്തിരി, അതിനാവശ്യമായ ഏലക്ക പൊടിച്ചത്, നെയ്യ്, 1.5 മുറി തേങ്ങയുടെ പാല് ഞാൻ പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലുമായിട്ട് തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 350 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റും, ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചതുകൊണ്ട്. ഇനി അട വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മൾ അട തട്ടിയിട്ട് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അങ്ങ് ഒട്ടാതിരിക്കാനാണ്. അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഈ ഊറ്റിയെടുത്ത അട നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് വെച്ച് സാധാ വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുത്ത് കഴിയുമ്പം അതും ഊറ്റി വേറെ മാറ്റി വെക്കാം. ഇനി പ്രഥമൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് തിളച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഊറ്റി വെച്ച അടയെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചവ്വരി വേവിച്ച് വെച്ചത് അതും കൂടെ ഇതിന്റെ കൂട്ടത്തിലോട്ട് ഇട്ട് കൊടുക്കാം. മൊത്തം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് കുറുവാൻ പാടില്ല. ഈ പരുവത്തിൽ വേണം എടുക്കാൻ. ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് കുറുവുന്നു. ഇനി അതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റാണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ ഒന്ന് നെയ്യിൽ താളിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി ഇത് വറുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് പകുതി മൂപ്പാവുമ്പം വേണം നമ്മൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാൻ. ഈ പ്രഥമൻ ഒരു കാര്യമുണ്ട്, അത് തണുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അത് ഇരിക്കെ ടേസ്റ്റ് കൂടുതലാണ് ഈ പ്രഥമൻ കഴിക്കാൻ. ചൂടോടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് തണുക്കുമ്പോഴാണ്. അതുപോലെ ഇപ്പം ഒരുപാട് കട്ടിയായി പോരുത്. ഇത് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു പരുവത്തിന് കിട്ടും. ഇത് കണ്ട, ഇതിപ്പം നല്ലൊരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.